ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ചെറുപഴമൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചെറുപഴം അരി വറുത്ത് പൊടിച്ചിട്ടൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പായാലും മതി. അത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം ഒന്ന് വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നല്ലപോലെ ഒന്ന് പോയ ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളം പോകണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ വെച്ച് നല്ലപോലെ ഒന്ന് തോർത്തിയെടുത്താലും മതി കേട്ടോ. പക്ഷെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാൻ നല്ലപോലെ ചൂടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ അരി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താലും മതി കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ എന്താ അപ്പോൾ അരി നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാമോ അല്ലെങ്കിൽ കാഷ്യൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ബദാമൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ച് ആയി വരും. അവിടെ ഇങ്ങനെയായിട്ട് ബ്രൗൺ കളറായി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താലാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതപ്പം ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. പക്ഷേ ശർക്കര ആകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. വലിയ അച്ചായിരുന്നു. എന്നാൽ പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് മധുരമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് മധുരത്തിലല്ല ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് നല്ലപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിത് നല്ലപോലെ ഒന്ന് ഉരുക്കിയിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ശർക്കര പാനിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ തേങ്ങ നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറൊന്നും പെടാത്ത രീതിയിൽ തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പാനിലിട്ടിട്ട് നല്ലപോലെ അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കളറൊന്നും ചേഞ്ചായി പോകരുത്. ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച ശേഷം നല്ലപോലെ ഒന്ന് അതിലത്തെ വെള്ളം വറ്റിച്ചെടുത്ത ശേഷം നമുക്കത് ചൂടാറാനായിട്ട് വയ്ക്കുക. ചൂടാറിയ ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടയിൽ നിന്ന് മേടിച്ചത് കയ്യിലുള്ളവർ അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗം വേണമെന്ന് ഒരു നിർബന്ധമില്ല. കാണാനുള്ളൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 തവണകളായിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ ചെറിയ ജാറായതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഇട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടായത് 2-3 തവണയായിട്ട് ഇട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തതിലേക്ക് ഒരു 3-4 ഏലക്കായ കൂടി ചേർത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അരിയിൽ. പിന്നെ അരി പൊടിച്ചെടുത്ത ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കൂടി ഒന്നങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നല്ലപോലെ അങ്ങ് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ. ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന വിധത്തിലാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഞാനൊരു 2-2.5 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങയ്ക്ക് തോനെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ നമ്മൾ ഉരുക്കി എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതുപോലെ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ല ശർക്കര പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറുപഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെറുപഴം അല്ല റോബസ്റ്റ പഴം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. പക്ഷേ ഈ ചെറുപഴത്തിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. ഒരു 10-12 വരെയൊക്കെ ഈ ഒരു 2 കപ്പ് അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഫോർക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതല്ല കൈ വെച്ച് ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉടച്ചെടുക്കാം. ഇത് പഴമല്ലേ, അപ്പോൾ കൈ വെച്ച് ഉടച്ചെടുക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാണാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫോർക്ക് വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്താണ് കൈ വെച്ച് തന്നെ പെട്ടെന്ന് കണ്ട് ഉടച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ആ ഉടച്ചെടുത്തിട്ടുള്ള പഴം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ അരിപ്പൊടി, ശർക്കര, തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ല, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഈ അരി വറുത്ത് പൊടിച്ച് വെച്ചതിലേക്ക് ഈ തേങ്ങയും അതുപോലെ ശർക്കരപ്പാനി, പഴം ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നല്ലപോലെ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം വീണ്ടും നമുക്കിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പഴമുടച്ചതും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ചതിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ നല്ല നല്ല സ്നാക്സിൻ്റെ, റൈസ് റെസിപ്പീസ്, അതുപോലെ പുഡിങ്സിൻ്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ കാണാനുള്ളൊരു ഭംഗിക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതുപോലെ നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഇത്ര വലിപ്പം വേണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. പക്ഷേ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, നമ്മൾ പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ ആ പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.